സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പല അന്തർനാടകങ്ങളും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ചാണക്യനാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊരു ചൊല്ല് CPM-നകത്തുണ്ട്. അതായത് തനിക്കെതിരെ ഒരു ശത്രു എത്ര ദൂരത്ത് നിന്ന് വരുന്നവനായാലും രാഷ്ട്രീയമായ എതിരാളിയെ മണത്ത് കണ്ടുപിടിക്കുന്നതിലും അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിലും ഒരു പ്രത്യേക വൈഭവം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തനിക്കെതിരെ രാഷ്ട്രീയത്തിൽ ഒരു ശത്രുവിനെയും അദ്ദേഹം വളർച്ച അനുവദിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ശത്രു വരികയാണെങ്കിൽ വെട്ടി ഒതുക്കിയ ചരിത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് എന്നറിയാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന VS അച്യുതാനന്ദനെ പോലും വെട്ടിയൊതുക്കിയതാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലുള്ള ചരിത്രം എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ബുദ്ധി വൈഭവമുള്ള രാഷ്ട്രീയ ചാണക്യ തന്ത്രജ്ഞനായ പിണറായി വിജയന് എന്തുകൊണ്ടാണ് തൻ്റെ ഈറ്റില്ലം അല്ലെങ്കിൽ തൻ്റെ തട്ടകമായ കണ്ണൂരിൽ നിന്നും തനിക്കെതിരെ ഉയർന്നു വരുന്ന ചില അച്ചുതണ്ടുകളെ കണ്ടെത്താൻ സാധിക്കാതെ പോയത്? 2026 CPM-നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും CPM-നകത്ത് തന്നെയുള്ള വിമതന്മാരായിരുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും എന്ന് വേണ്ട ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും പാലക്കാടുമെല്ലാം CPM വിമതന്മാർ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ അലോസരപ്പെടുത്തിയത് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായി വന്നു. PK ശ്യാമളയ്ക്കെതിരെ. ഇത് TK ഗോവിന്ദൻ ഒരു ദിവസം കൊണ്ടെടുത്തൊരു തീരുമാനമൊന്നുമല്ല. അതായത് PK ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൻ്റെ പേരിൽ TK ഗോവിന്ദൻ കയറി അവിടെ സ്ഥാനാർത്ഥിയായി നിന്നതൊന്നുമല്ല, സന്തോഷപ്രകാരം നിന്നതല്ല. അതിന് പിറകിൽ കൃത്യമായ ഒരു ശക്തി ഉണ്ടായിരുന്നു, ഒരു ശക്തി ഉണ്ടായിരുന്നു. ഈ ശക്തിയെ തിരിച്ചറിയാൻ, കണ്ടറിയാൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന നേതാവിന് കഴിയാതിരുന്നത്? ജയരാജത്രയങ്ങൾ എന്ന് പറയുന്ന കണ്ണൂരിലെ വലിയ സഖാക്കന്മാരുടെ സാന്നിധ്യം ഇതിലെത്ര കണ്ട് ഉണ്ടായി എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ട് പിണറായി വിജയന് സാധിക്കാതെ പോയി? എന്താണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാറിൻ്റെ അഭിപ്രായം? എത്ര കരുത്തനായ പോരാളിക്കും ബുദ്ധിസാമർഥ്യം ഉണ്ടാകാം, ഭടന്മാരുണ്ടാകാം, എല്ലാം ഉണ്ടാകാം, വിശ്വസിക്കുന്ന ഭടന്മാരുണ്ടാകാം. പക്ഷേ ടൂൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആയുധം. ആധുനിക കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂൾസാണ്, ആയുധമാണ്. ഈ കാര്യത്തിൽ പിണറായി വിജയൻ കണ്ടെത്തിയ ടൂൾസ് ആരൊക്കെയാണെന്ന് ആലോചിക്കുന്നത്? കണ്ണൂരെ ഫൈറ്റിന് കണ്ടെത്തിയ ടൂൾസ് EP ജയരാജനും P ജയരാജനും MV ജയരാജനും അല്ലെ ഏറെക്കുറെ ഇങ്ങർക്ക് ഒപ്പമുള്ള പാർട്ടികളല്ലേ, വലിയ വ്യത്യാസമില്ലാതെ സമകാലികർ എന്ന് പറയാവുന്നവരാണ്. അല്ലാതെ ഇങ്ങർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇങ്ങനെ കണ്ടെത്തിയ ടൂൾസ് അതൊക്കെയാണ്. വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസിലൊന്ന് കണ്ണൂർ ജില്ലയിലേക്ക് ഒന്ന് P ശശിയാണ്. P ശശി ഒരു വക്കീൽ എന്നുള്ള നിലയിലും കൊനക്ട് പരിപാടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കനും ഒക്കെയാണ്, സമ്മതിച്ചു. പക്ഷേ ഒരു സഖാവ് എന്നുള്ള നിലയിൽ P ശശിയുടെ അംഗീകാരം ഏറ്റവും ലോവസ്റ്റ് ലെവൽ. അല്ല, ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അപ്രസക്തമായ ഒരു നേതാവായി മാറിപ്പോയില്ലേ P ശശി? അപ്പോൾ ആ P ശശി പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായിട്ട് മാറുക. അവിടെ നമ്മൾ ആ ട്വിസ്റ്റ് കാണും. അപ്പോഴും EP ജയരാജന് ഏതെല്ലാം തലത്തിൽ വീണിട്ട് 4 കാലം നിൽക്കുക EP ജയരാജൻ. എന്തെല്ലാം പണ്ടേ പാർട്ടിയിൽ നിന്ന് പുറത്തായി ആ പാർട്ടിക്കാർ തന്നെ ഓടിച്ചിട്ടടിക്കേണ്ട EP ജയരാജൻ എന്നും അവിടെ കമാൻഡിങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഒരു പരിധിവരെ പിണറായിയുടെ വിശ്വസ്തനാണ്, പിണറായിയുടെയും വിശ്വസ്തനാണ്, മോഡിയുടെയും വിശ്വസ്തനാണ്, സതീശൻ്റെയും വിശ്വസ്തനാണ്, അനിലക്കരയുടെയും വിശ്വസ്തനാണ്, എല്ലാവരുടെയും വിശ്വസ്തനാണ്. അത് EP-യുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇത് കണ്ടെത്താൻ എന്തുകൊണ്ട് പിണറായിക്ക് പറ്റിയില്ല എന്ന് ചോദിച്ചാൽ ഒരു സത്യം, ഞാൻ ആദ്യം പറഞ്ഞ ടൂൾസിൻ്റെ പ്രശ്നം. പിന്നെ എപ്പോൾ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുപാടിലേക്ക് കൂടുതലായിട്ട് വീഴപ്പെടുന്നു അല്ലെ ആഴ്ത്തപ്പെടുന്നു, അതനുസരിച്ച് നമ്മുടെ നൈസർഗികമായ കഴിവുകൾ പണയം വയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചാണക്യം പറഞ്ഞിരിക്കുന്നത്, രാജാവ് കഴിയുന്നതും വിഭാരനായിരിക്കണം, വൈരാഗ്യമായിരിക്കണം, കുടുംബ ബന്ധങ്ങളുടെ കെട്ടുപാടിൽപ്പെടാൻ പാടില്ല. നമ്മുടെ മുഴുവൻ നേതാക്കളെടുത്തു. കരുണാകരൻ എപ്പോഴാണ് തകരാൻ തുടങ്ങിയത്? ഉമ്മൻചാണ്ടി എപ്പോഴാണ് തകരാൻ തുടങ്ങിയത്? കോടിയേരി എപ്പോഴാണ് തകരാൻ തുടങ്ങിയത്? പിണറായിയുടെ തകർച്ചയും കാണാൻ തുടങ്ങിയ എക്സാലോജിക്കിൻ്റെ മാസപ്പടി വിവാദം വന്ന ശേഷമാണ്
പിണറായിയെ പിൻപോയിന്റ് ചെയ്യാൻ ആൾക്കാർക്ക് ധൈര്യം കിട്ടും. അതായത് തന്തുബന്ധുക്കളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെയെങ്കിലും അടിയറവ് പറയേണ്ടത് വരുന്നത്. എല്ലാ നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ നേതാക്കൾക്കും ബാധകമാണ്. കോൺഗ്രസ് തകർന്ന എങ്ങനെ? നെഹ്റു കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനയെ കെട്ടിക്കെടുക്കാൻ നോക്കുകയാണ് കോൺഗ്രസിൻ്റെ പരാജയങ്ങളൊന്ന്. നമ്മൾ ശരിയാണെങ്കിലും തെറ്റാണ്. അതായത് സംഘടനാ തലത്തിൽ കെട്ടുപാടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ അവിടെ മുതൽ അവിടെ അപജയം സംഭവിക്കുന്നു. അത് ചാണക്യൻ വളരെ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വാജ്പേയി കല്യാണം കഴിച്ച് അവിവാഹിതനായിരുന്നു. അറിയോ? വാജ്പേയി അവിവാഹിതനായിരുന്നു. അങ്ങനെ കുറേ നേതാക്കന്മാരുടെ പേര് പറയാൻ പറ്റും. നരേന്ദ്രമോദി വിവാഹിതനാണെങ്കിലും ഭാര്യനാണ്. പണ്ട് ഡിവോഴ്സാണ്. അത് വേറൊരു സ്ത്രീ പീഡന കഥയായിട്ട് എന്ത് വേണം നമുക്ക് പറയാം, പോട്ടെ. പക്ഷെ എന്നാൽ പോലും കുടുംബ ബന്ധങ്ങളുടെ കെട്ടുപാടിൽ പിണറായി വിജയൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീക്ക്നെസ് പറ്റിയ കൂടിയാണ്. അത് ആരുപയോഗിച്ചു? കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുക എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. കുടുംബത്തിലെ അവർക്ക് സ്വാർത്ഥ താല്പര്യം, ഭരണ അധികാരവുമായി ബന്ധപ്പെട്ട സ്വാർത്ഥ താല്പര്യം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇതാവും. പത്മജയ മുരളി എങ്ങനെയാണ് നിൽക്കുന്നത്? നിസ്സാരാവിജയം പത്മജയ മുരളി എങ്ങനെ നിൽക്കുന്നു? സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി അല്ലെങ്കിൽ മേനകാ ഗാന്ധി, സോണിയാഗാന്ധി തമ്മിലുള്ള ബന്ധം എന്നായിരുന്നു? അധികാരം ഇതെല്ലാം അകറ്റും. നിങ്ങൾ എന്തെല്ലാം നേടി അതിനെയൊക്കെ കൈയടക്കാൻ രണ്ട് പേര് ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നമായി. അതെ, അപ്പോൾ അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളനുസരിച്ചിട്ട്, സ്ഥാപിത താല്പര്യം അനുസരിച്ചിട്ട് പാർശ്വവർത്തികളെ ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മുതൽ അടിതെറ്റും. ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു വന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അമിതമായിട്ടുള്ള പുത്രവാത്സല്യം തന്നെയാണ്, പുത്രിവാത്സല്യം തന്നെയാണ്. അപ്പോൾ അതേ തുടർന്നാണ് ഇന്ന് കാണുന്ന അപജയങ്ങൾ ഉണ്ടായി എന്നതാണ് സാർ പറഞ്ഞത്. ശശികലിനെ യാതൊരു കാരണവശാലും പി ശശി പറയുന്ന വിശ്വസിക്കണം, ശശികല പറയുന്ന കേൾക്കണം എന്ന് വിവേക് വിജയനോ വീണ വിജയനോ പിണറായി വിജയനെയും നിർബന്ധിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ആലോചിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ്റെ തകർച്ച എന്തായിരുന്നു? പിണറായിയെപ്പോലെ തന്നെ അതുപോലെ തന്നെ അല്ല, അതിനൊക്കെ കരുത്തനായിട്ട് വളർന്നു വന്ന കോടിയേരി എന്ത് പറ്റി? കോടിയേരിക്ക് ആരാ നശിപ്പിച്ച്? കോടിയേരി എന്ത് കാരണത്താലാണ് കോടിയേരിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം വേണ്ടെന്ന് വെക്കേണ്ടത്? അല്ല, അതിൻ്റെയൊക്കെ പുറകിൽ പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ച് വരുമ്പോൾ അവിടെ പിണറായി വിജയൻ്റെ നിശബ്ദ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ മനസ്സിലാവുന്നത്. ഇത് തന്നെ പിണറായി വിജയൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ എക്സാലോജിക്ക് വഴി, കരിമണൽ കർത്ത വഴി, കൈക്കൂലി വഴി, ശിവശങ്കർ വഴി, ഇത് പിണറായി വിജയൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ പ്രാവർത്തികമായി എന്നുള്ളതാണോ? കൊടുത്താൽ ഇതൊരു പ്രകൃതി പ്രതിഭാസമാണ്, ഒരു നാച്ചുറൽ ജസ്റ്റിസാണ്. ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതിനെ മറികടക്കാനുള്ള യുക്തി എവിടെ ഉണ്ട്? ഇന്ന് ഞാൻ നാളെ നീ, നാളെ നീ. ഇപ്പോൾ പിണറായി വിജയൻ സംഭവിച്ച ആരാ പിണറായി സഹായിക്കാനും? ഇനി മറിച്ചാലോചിക്കും. താങ്കൾ പറഞ്ഞ എല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യാം. പിണറായി വിജയൻ ഇപ്പോഴും കരുത്തനാണ്. ആരാണ് പിണറായിയുടെ കരുത്തനായ സഖാവ്? പറയാമോ? അദാനിയായിരിക്കും. അദാനി കരുത്തനല്ല, അദാനിയുടെ ഓഫീസ് സ്റ്റാഫായിട്ട് പിണറായി വിജയൻ മാറിയത് കൊണ്ട് മാത്രം കിട്ടുന്ന പ്രയോജനം. മോഡിക്ക് പോലും കിട്ടുന്ന അഡ്വാൻറ്റേജാണ് അദാനിയുടെ ആശ്രിത വാത്സല്യം അല്ല അദാനിയുടെ കൃപാകടാക്ഷങ്ങളുള്ള അനുഗ്രഹം കിട്ടി രണ്ടാൾക്കാരാണ് മോഡിയും പിണറായി. പക്ഷേ പിണറായിക്ക് ഇത് എത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? അല്ല, ഇത്രത്തോളം കാര്യങ്ങൾ മുന്നേ കണ്ട് കാര്യങ്ങൾ നീക്കാൻ രാഷ്ട്രീയത്തിൽ അത്രത്തോളം കൗശലക്കാരനായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തട്ടകത്തിൽ നിന്ന് തനിക്കെതിരെ ഉയർന്നു വരുന്ന ഇത്തരം വിമത ശബ്ദങ്ങളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അവയെ നിലയ്ക്ക് നിർത്താനോ സാധിച്ചില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി കണ്ട കാര്യം തന്നെയാണ്. ടി.കെ. ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പി.കെ. ശ്യാമളയ്ക്ക് എതിരെ നിൽക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്. അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയൻ എന്ന അപ്രമാദിത്വ കൂറോടുകൂടി നിൽക്കുന്ന ആ നേതാവിനെതിരെ പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തെ ഏത് വിധേനയും അടിച്ചൊതുക്കണം എന്ന് കണ്ണൂരിൽ ഒരു വിഭാഗം നേതാക്കൾ എടുത്ത തീരുമാനത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ടി.കെ. ഗോവിന്ദനിലൂടെ നമ്മൾ കണ്ടത്. കേരളം കണ്ടതെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിൻ്റെ മറുവശം കൂടെ ഞങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിന് അതിൻ്റെ മറുവശം ഇപ്പോൾ പി ജയരാജൻ്റെ മകൻ്റെ റോൾ തന്നെ, പി ജയരാജൻ്റെ മകൻ്റെ റോൾ തന്നെ, എം.വി. ഗോവിന്ദൻ്റെ മകൻ്റെ റോൾ തന്നെ. അവരൊക്കെ അവരുടെ ഭാഗം അഭിനയിക്കാൻ തുടങ്ങി. അവരെല്ലാം ഈ മക്കളെല്ലാം ഇവരുടെ എല്ലാം മക്കൾ സന്തതി പരമ്പരകൾ അവരുടെ ഭാഗം അഭിനയിക്കാൻ തുടങ്ങി. അത് പിണറായി വിജയൻ്റെ മക്കളെക്കാൾ മിടുക്കരാണ് അവരെങ്കിൽ വീണ വിജയനും വിവേക് വിജയനൊക്കെ പോടാ പുല്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ തിട്ടൂരങ്ങൾ അവഗണിക്കാൻ കണ്ണൂരിലെ സഖാക്കൾ തയ്യാറായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ടി.കെ. ഗോവിന്ദനോട് മത്സരിച്ചത്. അല്ല, ടി.കെ. ഗോവിന്ദൻ ഒറ്റ അക്ഷരം വേണ്ടിയിട്ട് പിറ്റേ ദിവസം മുണ്ടിയല്ല. പഴയ പിണറായി ആയിരുന്നെങ്കിൽ. അതാണ് അവിടെ കണ്ണൂർ പാർട്ടിയിൽ സംഭവിച്ച മാറ്റം. പിന്നെ പാർട്ടി എന്നുള്ള ചട്ടക്കൂട് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആൾക്കാർക്ക് സംശയിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ആശയപരമായി ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഒരു തർക്കം കേരള രാഷ്ട്രീയത്തിൽ, അത് കോൺഗ്രസിനെ കൂടെ കൂട്ടിക്കും,
ആശയപരമായി അല്ല പോളിസി ബേസിൽ ഒരു തർക്കം വന്നിട്ടുണ്ടോ? ഇപ്പം ഞാൻ കണക്ക് കൂട്ടുന്നത് ഇപ്പം എന്നാ ഇവൻ പോയി ഒപ്പിട്ട പരിപാടി ഉണ്ടല്ലോ, ശിവൻകുട്ടി പോയി ഒപ്പിട്ട വിദ്യാഭ്യാസ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ചർച്ച നടന്നു. വളരെ നമ്മുടെ ഗവൺമെൻറ് പോളിസിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മളിത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അക്സെപ്റ്റ് ചെയ്യണോ ദൂഷ്യമാണോ നല്ലതാണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്താൻ, സീരിയസ് ആയിട്ട് ചർച്ച പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിന് പറ്റിയോ? അല്ല, ഇപ്പോൾ CPMകാരും ഇടതുപക്ഷക്കാരും എല്ലാം CPI ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നൊരു സംഭവം കൂടിയാണത്. കേരളത്തിലെ സ്കൂളുകളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തിരുന്ന ആ ഒരു സംഭവത്തിൽ അവിടെ പോയി രായ്ക്ക് രായ്മാൻ ആരും അറിയാതെ ഒപ്പിട്ടിട്ട് പോകുന്നത്. ഒരു കാര്യം അങ്ങോട്ട് ഇഷ്ടമില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭാഷ മോശമാണെങ്കിലും ഇല്ലെങ്കിൽ പോലും എന്ന് ശിവൻകുട്ടിയെ കൊണ്ട് ആ ചുടുചോറ് വാരിച്ചോ, ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള ചുടുചോറ് ശിവൻകുട്ടിയെ കൊണ്ട് ചെയ്യിച്ചോ, പിണറായി വിജയൻ ചെയ്യിച്ചോ, അന്ന് പിണറായി വിജയന് പിണറായി വിജയൻ മറ്റുള്ളവരെ വിളിക്കുന്ന പേര് ആ ഡാഷ് കൂട്ടി വിളിക്കാൻ പിണറായി വിജയനെ കമ്മ്യൂണിസ്റ്റുകാരൻ തുടങ്ങിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ വർഗസമരത്തിൽ വിശ്വസിക്കുന്ന, വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോഴും അതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുന്ന പാവങ്ങളുണ്ടെങ്കിൽ, അവർ പിണറായി വിജയനെ ഉള്ളിൽ പ്രാകാന്തരം കണ്ട് ശപിക്കാൻ. അല്ല, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിൽ, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആളുണ്ടെങ്കിൽ അവർ ഈ കുറി മാറ്റി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില ആളുകളുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ ഇപ്പോൾ പിണറായി വിജയനെതിരെ രൂപം കൊണ്ടിരിക്കുന്ന ഈ അച്ചുതണ്ടും നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ട TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, നേരത്തെ സാറ് പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന ചോദ്യം ആവാത്ത നേതാവിനെ ഇനി ഞങ്ങൾക്ക് വേണ്ട, അഥവാ ഞങ്ങൾ ചോദിക്കും, മുഖത്ത് നോക്കി ചോദിക്കും, നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ, അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാൻ കാര്യങ്ങൾ, പണി ഞങ്ങൾക്കറിയാം എന്ന രീതിയിൽ ഒരു പണി വെച്ചത് തന്നെയല്ലേ TK ഗോവിന്ദനും ഈ നമ്മുടെ P കുഞ്ഞികൃഷ്ണനൊക്കെ. അല്ല, MV രാഘവന്റെ വ്യാപ്തി, MV രാഘവൻ ഒഴികെയുള്ള മറ്റു നേതാക്കന്മാർ CPI എന്നൊക്കെ പറഞ്ഞാൽ അതായത് ജില്ലകളിൽ താരതമ്യേന കുറഞ്ഞായിരുന്നു. ഇമേജ് ബേസ് ആയിരുന്നു MV രാഘവനുള്ള പേഴ്സണൽ ഇമേജിനെ കേന്ദ്രീകരിച്ചാൽ വളർന്നത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം, കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും കേരളത്തിലൊരു ഇമേജ് അല്ല. സുധാകരൻ വേണേൽ കട്ടിച്ച് പറയാം, പക്ഷേ എന്നാൽ പോലും ഇവർ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുള്ളതാണ്, പ്രശ്നാധിഷ്ഠിതമാണ്. പ്രശ്നാധിഷ്ഠിതമാണ്, താല്പര്യമുള്ള. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന് കൊടുങ്കാറ്റ്, നല്ല സുനാമിയൊക്കെ വന്നു പോയി കഴിയുമ്പോൾ പിന്നീട് കിടക്കുന്ന ഭൂമി പോലെ വെറും മരുഭൂമിയായിട്ട് CPM മാറാൻ പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പുല്ലിച്ച് പോലും വിളക്കില്ല. കാരണം വിതച്ചത് പാറപ്പുറത്താണ്. പിണറായി എന്ന പാറപ്പുറത്താണ് ഈ സമാധാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിത്ത് വിതച്ചിരിക്കുന്നത്. പാറപ്പുറത്തെ വിത്ത് വിതച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളൂ, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ല, എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ഈ കണ്ണൂരിൽ പാർട്ടിയുടെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ പിണറായിയെ തിരുത്താൻ വേണ്ടി ആളുകൾ തയ്യാറായിരിക്കുന്നു. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞ രീതിയിൽ പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയ പിണറായി വിജയന് കൃത്യമായി തന്നെ മുഖത്തടിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ചാലകശക്തിയായി ഇപ്പോൾ കേരളത്തിൽ ജനം കാണുന്നത് ജയരാജത്രയങ്ങൾ അവർ തന്നെയാണ്. യാതൊരു കൂട്ടത്തിൽ ഒത്തിരി അഡീഷൻസ് വരുന്നുണ്ട്. കണ്ണൂർ മാത്രമല്ല, പുറത്ത് മറ്റ് ജില്ലകളിലെ അഡീഷൻസ്. ഇങ്ങ് തെക്ക് നോക്കുകയാണെങ്കിൽ G സുധാകരൻ അല്ല, ഇനി മറിച്ച് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഇതുവരെ കഴിഞ്ഞിരിക്കില്ലേ, ഇനി കോഴിക്കോട് ജില്ല പൊട്ടിത്തെറിക്കാൻ പോകുന്നു. പാലക്കാട് തുടങ്ങി, പ്രദീപ് കുമാറൊക്കെ അവിടെ ഇല്ലേ, ഏത് സമയത്തും ഫൈറ്റിംഗ് റെഡി ആയിട്ട് വരും. വലിയ സാധ്യതയുള്ള നേതാവായിരുന്നല്ലോ. അല്ല, ഇത് വെറുതെ ഇല്ലാതാക്കിയില്ലേ. അപ്പോൾ അത് അവരുടെ എല്ലാവരുടെയും രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയത് ഈ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രത്യേക ഒരു താല്പര്യമായില്ല. പിണറായി വിജയൻ ഇല്ലാതാക്കിയ വ്യക്തിപരമായ രാഷ്ട്രീയ ഭാവം ഇല്ലാതാക്കിയ ആരും അത്ര ഇതാ പ്രസ്ഥാനത്തിൻ്റെ നാളെ ഇവർക്ക് വളർന്നു വരണമെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് വളർന്നു വരേണ്ട പ്രസ്ഥാനത്തെ കൂടെ ഇല്ലാതാക്കുക. ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെയാണ് ഈ കുറി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇനി ഇടതു ഭരണം കേരളത്തിൽ ഇക്കുറി വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം പിണറായി വിജയനെ പുറത്തിറക്കാൻ സാധ്യത ഉള്ള ആ രീതിയിലുള്ള വിലയിരുത്തൽ നടന്നേക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും കണ്ണൂരിൽ ഈ ജയരാജത്രയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ചാലകശക്തി എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വരുന്ന. അല്ല, ചരിത്രം ഈ 3 പേർക്കും ജയരാജന്മാർക്കും ഒരു ദൗത്യം അവരെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനെ പോലുള്ളവരെ പിടരയ്ക്ക് പിടിച്ച് പുറത്താക്കി, കിടക്കൂ പുറത്തേ എന്ന് പറഞ്ഞ്, ഡാഷ് മോനെ പുറത്തേ എന്ന് പറഞ്ഞ് പുറത്താക്കി
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറച്ചെങ്കിലും ഒന്ന് ശുദ്ധീകരിക്കാൻ ശ്രമിക്കാനെങ്കിലും അവർക്ക് സാധിക്കുന്നെങ്കിൽ അതാണ് അവരുടെ ചരിത്ര ദൗത്യം. ആ ദൗത്യം അവർ നിറവേറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും 4-ാം തീയതിക്ക് ശേഷം നമുക്ക് പൂർണ്ണ വിവരം കണ്ടറിയാം. കണ്ടെത്താം.